ക്വാളിറ്റീസ് ഓഫ് എ ഡിജിറ്റൽ കോച്ച്. ഡിജിറ്റൽ കോച്ചസിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത് ആസ് എ ഡിജിറ്റൽ കോച്ച്? ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ലേൺ ന്യൂ തിങ്സ് ഡെയിലി ബേസിസിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ നിഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ നിങ്ങൾ ഡെയിലി ബേസിസിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഡെയിലി ബേസിസിൽ ഐഡിയ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. എന്തിനെക്കുറിച്ച്? നിങ്ങളുടെ നിഷുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വീഡിയോകൾ കാണണം. നിങ്ങളുടെ മെൻറ്റർ എന്താണ് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടുതൽ മീൻസ് അതായത് പുതിയ കാര്യങ്ങൾ ഡെയിലി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിന്റ്, ലേൺ ന്യൂ തിങ്സ് ഡെയിലി. സെക്കൻഡ് പോയിന്റ്, ടേക്ക് ചലഞ്ചസ് എടുക്കുക. നിങ്ങൾ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു വരുന്ന 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. ഫോർ യൂട്യൂബിലേക്ക് ഉള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. കണ്ടിന്യൂസ് എവറി സിംഗിൾ ഡേ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അത് നിങ്ങൾ തന്നെ സ്വയം ടാസ്ക് എടുക്കുക. എങ്കിൽ മാത്രമേ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ടേക്ക് ചലഞ്ചസ്. തേർഡ് പോയിന്റ്, ഓർഗനൈസ്ഡ്. എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസ് ചെയ്ത് ശീലിക്കുക. ഫോർ എക്സാമ്പിൾ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യമാണെങ്കിലും വൈകിട്ട് കിടക്കുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക. അത് വെറുതെ റാൻഡമായിട്ട് ചെയ്യാതെ ഡിസിപ്ലിനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് പോയിന്റ്, നോ ഓൺ സ്ട്രെങ്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നിഷുവായിട്ട് നിങ്ങൾ എത്രമാത്രം അലൈൻഡ് ആണ്, എത്രമാത്രം നിങ്ങൾ സീരിയസ് ആണ് ആക്ഷൻ എടുക്കാനായിട്ട്. നിങ്ങൾക്കൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എത്രമാത്രം സ്റ്റഡീഡാണ്, എത്രമാത്രം നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണെങ്കിലും ആ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആണെങ്കിലും എത്രമാത്രം നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള കാര്യം സ്വയം നിങ്ങൾ അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഗുഡ് ലിസണർ. ഒരു ഡിജിറ്റൽ കോച്ചിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നല്ലൊരു ലിസണർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ മെൻറ്റർ സിദ്ധാർത്ഥിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പലരിൽ നിന്നും കേൾക്കാനായിട്ട് തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. നല്ലൊരു ലിസണർക്ക് മാത്രമേ നല്ലൊരു മെൻറ്റർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ, നല്ലൊരു ഡിജിറ്റൽ കോച്ച് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബി എ ഗുഡ് ലിസണർ. നെക്സ്റ്റ് പോയിൻ്റ്, റൈറ്റ് നോളജ്. നിങ്ങളുടെ നിഷുവായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇതൊരു ജേണിയാണ്, ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കേണ്ട കാര്യമല്ല. ഞാനും ഡെയിലി ബേസിസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ആളുകളെ കമ്മ്യൂണിറ്റിയിലേക്ക് എൻഗേജ് ചെയ്ത് നിർത്താം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നോളജ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിന്റ്, മോട്ടിവേറ്റ് യുവർ സ്റ്റുഡൻസ്. നിങ്ങളുടെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക. കാരണം അവർ നിങ്ങളെ വിശ്വസിച്ചായിരിക്കും നിങ്ങളുടെ കോഴ്സ് വാങ്ങിയത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്യം അട്രാക്റ്റീവായിട്ടൊരു പരസ്യം കണ്ടിട്ടായിരിക്കാം വാങ്ങിയത്. വാട്ടെവർ എന്തും ആയിക്കോട്ടെ, അവരെ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ വീക്കിലി ബേസിൽ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എങ്കിൽ മാത്രമേ അവരും ഗ്രോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അവർക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഓർഗാനിക്കലി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ റൈറ്റ് നോളജ്, മോട്ടിവേറ്റ് യുവർ സ്റ്റുഡൻസ്. നെക്സ്റ്റ്, ഹാവ് എ സർവീസ് മൈൻഡ് സെറ്റ്. ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം ആസ് എ ഡിജിറ്റൽ കോച്ച്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നിങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് വേണ്ടി നിങ്ങൾ 100% ഡെഡിക്കേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന 1000 ദിവസം നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ള സർവീസിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മാജിക്. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് ഒരു മജീഷ്യനായിട്ട് മാറാനായിട്ട് സാധിക്കും. കാരണം സർവീസ് അല്ലാതെ സെല്ലിങ് അല്ല. സെല്ല് ചെയ്യുക എന്നുള്ളതല്ല. സെല്ലിങ് ഈസ് വെരി ഈസി. അപ്പോൾ എപ്പോഴും സെല്ലിങ് അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല സെല്ലിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. മറിച്ച് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള 100% ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ,
വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് ഒരു നല്ല ഡിജിറ്റൽ കോച്ചിൻ്റെ ലക്ഷണം. നെക്സ്റ്റ് പോയിൻ്റ് യുണീക്ക് സ്റ്റൈൽ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ ഒരു മേഖല കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും മറ്റ് പലരെയും കോപ്പി ചെയ്യുന്നു. അപ്പോൾ അതറിയാം, കോപ്പി ക്യാറ്റ്സ് ധാരാളം നമ്മുടെ ഇടയിലുണ്ട്, നാട്ടിലുണ്ട്. അപ്പോൾ അത് ഇപ്പം കോച്ചിങ് മേഖലയില്ല, സിനിമാ മേഖലയിലെല്ലാം അറിയാം, പല നടന്മാരെയും ന്യൂ ജനറേഷൻ നടന്മാർ കോപ്പി ചെയ്യുന്നു. ഒരിക്കലും ഒരു കോപ്പി ക്യാറ്റ് ആവരുത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു നോർമൽ ഓർഡിനറി ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഡ്രസ് കോഡ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റേതായ ഒരു ശൈലി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് മറ്റുള്ളവരിൽ നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഒരു യുണീക്ക് സ്റ്റൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, ബി ഹോണസ്റ്റ്. വളരെ സത്യസന്ധമായിട്ടും വേണം നിങ്ങളുടെ സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നോളജ് ഷെയർ ചെയ്യാൻ. വളരെ അതിനകത്ത് കളത്തര കാര്യങ്ങളൊന്നും പാടില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട് ഇൻസൈഡ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ. നെക്സ്റ്റ് പോയിന്റ്, ബി എ പ്രോബ്ലം സോൾവർ. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നിങ്ങൾ കൊടുത്ത പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിച്ചു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുക, കൃത്യമായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവരുടെ കൂടെ നിൽക്കുക, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ കൂടെ നിൽക്കുക. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ അവരോട് എൻഗേജ് ചെയ്യുന്ന രീതി വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം അല്ലാതെ നമ്മൾ വലിയൊരു ടീച്ചറാണെന്നുള്ള അല്ലെങ്കിൽ മെൻറ്ററാണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ഇരിക്കത്തില്ല. അതൊക്കെ ഓൾഡ് സ്ട്രാറ്റജീസാണ്, ആളുകളൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രോബ്ലം ഏത് സമയത്തും ഏത് രാത്രിയിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്ട് സാധിക്കുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറയാം. ഫസ്റ്റ് പോയിന്റ്, ലേൺ ന്യൂ തിങ്സ് ഡെയിലി. സെക്കൻഡ്, ടേക്ക് ചലഞ്ചസ്. തേർഡ്, ഓർഗനൈസ് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഫോർത്ത്, നോ ഓൺ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കുക. ബി എ ഗുഡ് ലിസണർ. റൈറ്റ് നോളജ്, മോട്ടിവേറ്റ് യുവർ സ്റ്റുഡൻസ്, സർവീസ് മൈൻഡ് സെറ്റ്, യുണീക്ക് സ്റ്റൈൽ, ബി ഹോണസ്റ്റ്, ബി എ പ്രോബ്ലം സോൾവർ. അപ്പോൾ ഈ 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അമേസിങ് ഡിജിറ്റൽ കോച്ചായിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓൾ ദി ബെസ്റ്റ്.